നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ചില വാർത്തകൾ തലക്കെട്ടുകളായി മാത്രം ഒതുങ്ങില്ല. അവ ശക്തി രാഷ്ട്രങ്ങളുടെ മനോഭാവവും സുരക്ഷാ കണക്കുകൂട്ടലുകളും നയതന്ത്ര സന്ദേശങ്ങളും ഒരേ സമയം ലോകത്തോട് സംസാരിക്കുന്ന സൂചനകളായി മാറും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ യാത്രയും വെറും ഔദ്യോഗിക സന്ദർശനമല്ല. അത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെയും വിദേശ നയത്തിന്റെയും പ്രതിഫലനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുതിയ എയർഫോഴ്സ് വൺ വിമാനത്തിലെത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടക്കയാത്രയ്ക്കായി പഴയ എയർഫോഴ്സ് വൺ തിരഞ്ഞെടുത്തപ്പോൾ അതൊരു വിമാനമാറ്റം മാത്രമായി ഈ ലോകം കണ്ടില്ല. ആ തീരുമാനത്തിന് പിന്നിൽ എന്താണ്? സുരക്ഷാ വിലയിരുത്തലുകളോ, നയതന്ത്ര സന്ദേശമോ, അതോ രാഷ്ട്രീയ പ്രതീകാത്മകതയോ? ലോകം ഇപ്പോൾ അന്വേഷിക്കുന്നതും അതുതന്നെയാണ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് എയർഫോഴ്സ് വണ്ണിന്റെ പഴയ വിമാനത്തിൽ. ഖത്തർ സമ്മാനിച്ച നവീകരിച്ച ബോയിങ് 747-8 വിമാനത്തിലായിരുന്നു ഉച്ചകോടിയുടെ വേദിയിലേക്ക് അദ്ദേഹം എത്തിയത്. എന്നാൽ തിരികെയുള്ള യാത്രയുടെ ആദ്യ ഭാഗം അദ്ദേഹം നടത്തിയത് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിലായിരുന്നു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ US രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ട്രംപിന്റെ വിമാന മാറ്റമെന്നാണ് ദ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. ഏതെങ്കിലും ഭീഷണിയുടെ പശ്ചാത്തലത്തിലല്ല ട്രംപിന്റെ വിമാന മാറ്റമെന്നും മുൻകരുതലിന്റെ ഭാഗമായാണെന്നും റിപ്പോർട്ടിലുണ്ട്. അങ്കാറയിൽ നിന്ന് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിൽ ബ്രിട്ടനിലെത്തിയ ട്രംപ് പുതിയ വിമാനത്തിൽ വാഷിംഗ്ടണിലേക്ക് പറന്നുവെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സുരക്ഷാ കാരണങ്ങൾ കാരണമാണ് വിമാനം മാറിക്കയറിയതെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിരാകരിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് എല്ലായ്പ്പോഴും ഭീഷണിയുണ്ട്. അവരുടെ പട്ടികയിലെ 1ാം പേരുകാരനാണ് ഞാൻ എന്നായിരുന്നു UK-യിൽ നിന്ന് പുറപ്പെട്ടതിനു പിന്നാലെ മാധ്യമങ്ങളോട് ട്രംപ് പ്രതികരിച്ചത്. UK-യിലെ RAF മിന്റൺ ഹാളിൽ പുതിയ വിമാനം നിർത്തിയതിന്റെ കാരണവും ട്രംപ് വിശദീകരിച്ചു. അവിടെയുള്ള US സൈനികർക്ക് പുതിയ വിമാനം കാണാൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് ട്രംപ് പറഞ്ഞതെന്ന് ദ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. US സൈനികോദ്യോഗസ്ഥർ വിമാനത്തിന് ചുറ്റും നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്രംപ് പിന്നീട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വൺ ഒരു ഗതാഗത മാർഗം മാത്രമല്ല. അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അടിയന്തര സാഹചര്യങ്ങളിൽ പോലും രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന സഞ്ചരിക്കുന്ന കമാൻഡ് സെന്റർ ആണ് അത്. അതുകൊണ്ട് തന്നെ ഏത് വിമാനം ഇപ്പോൾ ഉപയോഗിക്കണമെന്ന തീരുമാനം പോലും സുരക്ഷാ ഏജൻസികളുടെ വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യയിൽ സംഘർഷാവസ്ഥ തുടരുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ യാത്ര കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ്. നാറ്റോ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ, യുക്രൈൻ യുദ്ധം, റഷ്യയുടെ നിലപാട്, മധ്യപൂർവേഷ്യയിലെ അനിശ്ചിതത്വം എന്നിവ ചർച്ചയായ ഉച്ചകോടിക്കൊടുവിലാണ് ഈ വിമാനമാറ്റം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ പ്രസ്താവനകളെക്കാൾ ശക്തമായി സംസാരിക്കുന്നത് തീരുമാനങ്ങളാണ്. ചിലപ്പോൾ വേദിയിൽ പറയുന്ന വാക്കുകളെക്കാൾ വലിയ സന്ദേശം നൽകുന്നത് വേദിക്ക് പുറത്തുള്ള നീക്കങ്ങളായിരിക്കും. ട്രംപിന്റെ വിമാനമാറ്റം അത്തരമൊരു സംഭവമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ യാദൃച്ഛികമായി ഒന്നും സംഭവിക്കാറില്ല. ഓരോ യാത്രയും, ഓരോ സുരക്ഷാ ക്രമീകരണവും, ഓരോ തീരുമാനവും ലോകത്തിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് വായിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും ലോക മാധ്യമങ്ങളും.